ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അണ്ഡം തൽഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ടൽ സഹസ്രം സമ നിർബിന്ദകൃതാ ചതുർദശ ജഗദ്രൂപം വിരാടാഹയം സഹസ്രീകരപാർദ്ധമൂർധനിവഹൈ നിശേഷജീവാത്മകോ നിർബാധോസി മരുൽ പുരാധിപസമാം ത്രായസ സർവാമയാത്. ഓം ഓം ഗോവിന്ദ രാമ രാമ ഗോപാല കൃഷ്ണ നിന്മൈ കാണുമാറരുളേണം. ഗോവിന്ദ ഗോവിന്ദ രാമ രാമ ഗോപാല കൃഷ്ണ നിന്മൈ കാണുമാറരുളേണം. ഗോവിന്ദ അമ്പാടി തന്നിൽ മേവം കൊമ്പർ നായക നിന്മൈ അൻപിനാൽ കാണാകേണം. ഗോവിന്ദ ഗോവിന്ദ രാമ രാമ ഗോപാല കൃഷ്ണ നിന്മൈ കാണുമാറരുളേണം. ഗോവിന്ദ ആവോളം കൂപ്പുന്നേൻ ഞാൻ ദേവകീ ദേവി പറ്റ ദേവേശ ദേവദേവ ഗോവിന്ദ. ഇച്ഛയില്ലെനിക്കിനി തൊൽച്ചരണങ്ങളൊഴിഞ്ഞച്യുത മറ്റും നിങ്കൽ. ഗോവിന്ദ ഗോവിന്ദ രാമ രാമ ഗോപാല കൃഷ്ണ നിന്മൈ കാണുമാറരുളേണം. ഗോവിന്ദ ഈരേഴുലകമെല്ലാം ഈരടിയായി അളന്ന ഈശനെ വാമനനെ. ഗോവിന്ദ ഉള്ളത്തിൽ കാണാകേണം മുല്ല പൂങ്കുഴലാളെ ഉള്ളഴിക്കുന്ന നിന്മൈ. ഗോവിന്ദ ഗോവിന്ദ രാമ രാമ ഗോപാല കൃഷ്ണ നിന്മൈ കാണുമാറരുളേണം. ഗോവിന്ദ ഊതുന്ന കുഴലുമായി പീതാംബരത്തോടെൻ്റെ ചേതസ്സിൽ കാണാകേണം. ഗോവിന്ദ 800,000 മൈ കണ്ണീമാർ പൂജിക്കുന്ന നിന്നെ ഞാൻ കണ്ടിടവോ. ഗോവിന്ദ ഗോവിന്ദ രാമ രാമ ഗോപാല കൃഷ്ണ നിന്മൈ കാണുമാറരുളേണം. ഗോവിന്ദ ഏണാങ്കൻ തന്നി വെല്ലും ചേലാർന്ന തേരുമുഖം ചേതസ്സിൽ കാണാകേണം. ഗോവിന്ദ ഐശ്വര്യദായകനെ കയ്യീത കോപം ഞാൻ നീയൊഴിഞ്ഞില്ല ഗതി. ഗോവിന്ദ ഗോവിന്ദ രാമ രാമ ഗോപാല കൃഷ്ണ നിന്മൈ കാണുമാറരുളേണം. ഗോവിന്ദ ഒന്നിടവിട്ടു ഗോപ സുന്ദരിമാരോടൊപ്പം ഒന്നിച്ച് കളിച്ചൊരു. ഗോവിന്ദ ഓരോരോ ലീല പൂണ്ടു കാരുണ്യം കൊണ്ട് ധർമ്മം പാലിച്ചു വസിച്ചൊരു. ഗോവിന്ദ ഗോവിന്ദ രാമ രാമ ഗോപാല കൃഷ്ണ നിന്മൈ കാണുമാറരുളേണം. ഗോവിന്ദ
ഔഷധിമിനി പൊണ്ട വൃന്ദവനത്തിലെല്ലാം ഘോഷമായി ലീല ചെയ്ത ഗോവിന്ദ അംഭോജനാഭ കൃഷ്ണ ശംഭുപൂജിത ദേവ അൻപിനാൽ കാണാകേണം ഗോവിന്ദ ഗോവിന്ദ രാമ രാമ ഗോപാല കൃഷ്ണ നിന്മേ കാണുമാറരുളേണം ഗോവിന്ദ അച്യുത നിൻ ചരിതം അത്ഭുതം ദിനം തോറും ഉച്ചരിക്കായി വരണം ഗോവിന്ദ ഗോവിന്ദ രാമ രാമ ഗോപാല കൃഷ്ണ നിന്മേ കാണുമാറരുളണം ഗോവിന്ദ കാണുമാറരുളണം ഗോവിന്ദ കാണുമാറരുളണം ഗോവിന്ദ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദകാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമേ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാത്തം അഹം വന്ദേ പരമാനന്ദമാധവം. കുറച്ച് മാസങ്ങളിങ്ങനെ കഴിഞ്ഞപ്പോൾ ഗർഗമുനി ഒരിക്കൽ ഗോകുലത്തിലെത്തി എന്നാണ്. ഗർഗമുനി അവരുടെ കുലാചാര്യനാണ്. ആചാര്യന്മാരോട് ചോദിക്കാതെ കണ്ട് ഒന്നും ചെയ്യില്ല. അന്നത്തെ രാജാവാണെങ്കിലും പ്രഭുക്കന്മാരാണെങ്കിലും ഒക്കെ ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ എന്ന് പറയണേ. എന്താ ആലോചിച്ച് ചെയ്താൽ എന്താ ഗുണം? അബദ്ധങ്ങൾ ഒഴിവാക്കാം. മനസ്സിലായില്ലേ? മറ്റത് ചെയ്തതിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുമ്പോൾ പഠിക്കേണ്ടതുപോലെ പഠിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ബെഞ്ചിൻ്റെ മേലെ കയറ്റി നിർത്തുന്ന ഒരു ശിക്ഷയുണ്ട് അല്ലേ? ബെഞ്ചിൻ്റെ മേലെ കയറ്റി നിർത്തപ്പെട്ട ആളുകളുണ്ടോ കൂട്ടത്തിൽ? ഇമ്പോസിഷൻ എഴുതിയവരുണ്ടോ? അതിനകത്ത് കൃത്യമായിട്ട് പഠിക്കേണ്ടപ്പോൾ പഠിക്കേണ്ടതുപോലെ പഠിച്ചില്ലെങ്കിൽ ഒരുപാട് പഠിക്കാനായിട്ട് അധ്യാപകന്മാർ ചെയ്യുന്ന പരിപാടിയാണ് ഈ ഇമ്പോസിഷൻ അല്ലേ? ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പണികളാണെന്ന് പറയണം. അപ്പോൾ എന്നതുപോലെ ആവർത്തനങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അവസരത്തിനൊത്ത് ആലോചിച്ച് കർമ്മങ്ങൾ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിന് എന്താ കാണാൻ വഴി? മൊബൈലൊന്നും ഇല്ലാത്ത കാലമാണ്. ഗുരുനാഥനെ കാണാനില്ലല്ലോ. ഈ സന്തോഷം അറിയിക്കുകയും വേണം, കുട്ടികൾക്ക് പേരും വിളിക്കണം. ഇങ്ങനെയാണ് പഴയ കാലത്ത് ഋഷികളാണ് നാമധേയം വയ്ക്കുക കുട്ടികൾക്ക്. അവരാകൃതി, ലക്ഷണം, ലഗ്നം, ഭാവം ഒക്കെ നോക്കിയിട്ട് യോജിക്കുന്ന നാമധേയം നൽകും. അതല്ലെങ്കിൽ യോജിച്ച നാമധേയം നൽകിയാലും അതിനനുസൃതമായിട്ടുള്ള ഭാവം ഈ ജീവനിൽ വരും. അർത്ഥശൂന്യമായിട്ടുള്ള പേരാണ് ഇട്ടതെങ്കിൽ അതേമാതിരിയുള്ള, ഇപ്പം കണ്ടില്ലേ പുതിയ കാലത്ത് പരിഷ്കാരം വന്നപ്പോൾ മെഷീനറീൻ്റെ പാർട്സുമാരിയൊക്കെ ഓരോരുത്തർക്ക് പേരിട്ടിട്ടേ അതേമാതിരിയുള്ള സമ്പ്രദായങ്ങളും സംസ്കാരമാണ് കുട്ടികൾ കാണുന്നത്. ശരിയല്ലേ? എത്ര സുന്ദരമായിട്ടുള്ള നാമധേയങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ നടക്കുമാറാവണം എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗർഗാചാര്യർ വന്നു. സന്തോഷമായി ഓടിച്ചെന്ന് നമസ്കരിച്ചു. ഗുരുനാഥ, ഇവിടെ ചില വിശേഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അറിഞ്ഞു ഞാൻ നന്ദ. നന്നായി, സന്തോഷമുണ്ട് കേട്ടോ. അല്ല ഗുരുനാഥ, മക്കൾക്ക് പേര് വിളിച്ചിട്ടില്ല. അതെന്തേ? അസല എന്താ അങ്ങനെ പറയണത്? ഗുരുനാഥൻ വേണ്ടേ നമ്മുടെ കുട്ടികൾക്ക് പേരിടാൻ? ഓ അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ടല്ലോ. ഞാനിപ്പോൾ ഇതിപ്പോൾ വലിയ ഘോഷമായി കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ നാലുപേർ അറിയില്ലേ? രഹസ്യമായിട്ട് ചെയ്യാം. ഇപ്പോൾ കോവിഡ് കാലത്ത് ഇപ്പോൾ നമ്മൾ എങ്ങനെ സപ്താഹം നടത്തുക? കാളം കെട്ടില്ല, ബോക്സ് വയ്ക്കുള്ളൂ. അത് മതി. ഇവിടെ ഇരിക്കണവർ കേട്ടാൽ മതി അല്ലേ? അപ്പോൾ എന്നത് വരി ചിലതിനൊക്കെ ഒരു അടക്കം ഒതുക്കമൊക്കെ നമ്മൾ സന്ദർഭോചിതമായിട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഏതായാലും ഒരു കാര്യം ചെയ്യാം, രഹസ്യമായിട്ട് നടത്താമെന്ന് പറഞ്ഞ് ഒന്നുകൂടി പറഞ്ഞു കേട്ടോ. അതേ നന്ദ, ഞാനിപ്പോൾ ഒരു വഴിക്ക് പോയി വരണ വഴിക്ക് ഇങ്ങനെ ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ നക്ഷത്രം എന്താ, തിഥി എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ഇപ്പോൾ മുഹൂർത്തം ഒന്നും അറിയില്ല, നോക്കിയിട്ടില്ല, കലണ്ടർ നോക്കിയില്ല. നന്ദൻ ഇത് പറഞ്ഞപ്പോൾ ഒരൊറ്റ വീഴല. എന്താ അറിയോ? മഹാത്മൻ, മഹാഗുരു
അങ്ങ് പറഞ്ഞു തന്ന പ്രകാരമുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ധാരണയിലുണ്ട്. എന്ന് ഒരു പുണ്യാത്മാവിനെ കണ്ടുമുട്ടുന്നുവോ അന്നത്തെ ദിനം സുദിനം. ഒരു പുണ്യാത്മാവിൽ നിന്ന് ഏത് ഘട്ടത്തിലൊരു സാരോപദേശം വരുന്നുവോ ആ മുഹൂർത്തം സുമുഹൂർത്തം. അതുകൊണ്ട് അങ്ങേ കാണാൻ സാധിച്ച ഇന്നത്തെ ദിനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുദിനമാണ്. അങ്ങ് ചെയ്യുന്ന ആ കർമ്മം ചെയ്യുന്ന ആ ഒരു മുഹൂർത്തം ഉണ്ടല്ലോ, ആ മുഹൂർത്തം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുമുഹൂർത്തമാണ്. ഗുരുനാഥന് സന്തോഷമായി. കാരണം ആ പഠിപ്പിച്ചു കൊടുത്തത് അർത്ഥം ഉൾക്കൊണ്ട് അനുഷ്ഠിക്കുമ്പോഴാണല്ലോ ആനന്ദം ഉണ്ടാവുക. വലിയ സന്തോഷമായി. നന്നായിട്ടോ, നന്നായി വരും എന്നാൽ പിന്നെ ചടങ്ങുകളാവട്ടെ. ഇലയൊക്കെ വെച്ച് തളിച്ച് ശുദ്ധാക്കി വിളക്കൊക്കെ വെച്ച് ആ പുളിയും ഉപ്പും ശർക്കരയും ഒക്കെ പാടുകൂടി കൂട്ടി ഇഞ്ചി തൈരൊക്കെ ഉണ്ടാക്കി വിഭവങ്ങളൊക്കെ ചുറ്റും പപ്പടമൊക്കെ അങ്ങനെ മേന്നേന്ന് വിളിക്കുക. പപ്പടം നമ്മളെ കണ്ടാൽ എത്ര അങ്ങനെ പൊള്ളച്ച് ഇങ്ങനെ ചന്തായിട്ട് നിൽക്കുക. അതിൻ്റെ ഇടയിൽ ഉണ്ണിക്കുട്ടനെ ആ മടിയിലങ്ങോട്ട് വെച്ചു. ഭഗവാന്റെ ദിവ്യനാമം കേൾക്കുമ്പോൾ ഒരാനന്ദം, ദിവ്യരൂപം ഹൃദയത്തിൽ തെളിഞ്ഞാൽ അതിലേറെ ആനന്ദം. കയ്യിലെടുത്താലത്തെ കാര്യം പറയാനുണ്ടോ? ആ കയ്യിലങ്ങോട്ട് വെച്ചിട്ട് കണ്ണുകൾ അടച്ച് അങ്ങനെ അങ്ങോട്ട് ഇരുന്നു. മനസ്സേതോ ഒരു തലത്തിലേക്ക് ഉയർന്നു. മനസ്സിലായില്ലേ? കിലുകിലെ നടയും നറുപം ചിരിയും കരുണാമൃതരസം ഒഴുകും മിഴിയും കരളിൽ കണികൾ ഡഴലാർ നീടാൻ വരുമോ കുവലയ നയന. കൃഷ്ണ മനസ്സങ്ങനെ ലയിച്ചിരുന്നു. സമയം പോയതറിഞ്ഞില്ല. ഭഗവാൻ എടുത്താലത്തെ കഥ പറയാണ്ടോ? ഇങ്ങനെ പോയാലേ തനിക്ക് അർജൻറ്റാ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ് താൻ ഈ രൂപം ധരിച്ചു വന്നിരിക്കുന്നത് അല്ലേ? സമയമില്ല. ടൈം ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നാ ഭഗവാൻ എന്ത് ചെയ്തറിയോ? തൻ്റെ കുഞ്ഞു വിരലുകളൊക്കെ പാടുകൂടി കൂട്ടിയിട്ട് താടി ഇങ്ങനെ നാഭി കടന്നിട്ട് ഇങ്ങനെ ഉണ്ണിയുടെ മേലെ തട്ടുന്നുണ്ടേ, അതിൽ കൂടെ കുടുക്കിയിട്ട് ഒരു വലിയ കൂടെ വലിച്ചു. വലിയ കൂടെ വിളിച്ചപ്പോൾ ചാടി എണീച്ചു. എന്നിട്ടോ തൊണ്ണ് കാട്ടി അങ്ങോട്ട് ചിരിച്ചു. എന്താ അപ്പം ഈ കള്ളക്കുട്ടി ചെയ്തത്? പിടിച്ചു വലിക്കേ. അമ്മേ, അതിലൊരു തത്വം ഉണ്ടല്ലോ അല്ലേ? വലിക്കുക, ആകർഷിക്കുക. നന്ദാ, ഈ കുട്ടിക്ക് പേരിടാൻ ഞാൻ ആളല്ല കേട്ടോ. അനേകം പേര് ഈ കുട്ടിക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. അനന്തനാമോ വാ സഹസ്രനാമോ വാ. അനന്തം നാമധേയത്തോടു കൂടിയവൻ, സഹസ്രനാമത്തോടു കൂടിയവൻ. എങ്കിലും ഒരു കാര്യം ചെയ്യാം, ഭക്തിയും ദാസ്യവും നൽകുന്നവൻ എന്നാണ്. അതുകൊണ്ട് കൃഷ്ണ, കൃഷ്ണ, കർഷണം ചെയ്യുന്നവൻ, ആകർഷിക്കുന്നവൻ, കറുത്തവൻ, അങ്ങനെയൊക്കെ ചേരും കൃഷ്ണൻ എന്ന നാമധേയം. അനേകം ആളുകൾക്ക് ഇവൻ മുക്തി കൊടുക്കും, മോക്ഷം കൊടുക്കും. അന്ന് ഇവനെ മുകുന്ദൻ എന്ന് വിളിക്കും. ലക്ഷ്മിയെ ധവനം ചെയ്യും, ഭരിക്കും. അങ്ങനെ അവന് മാധവൻ എന്ന പേര് വരും. നരകാസുരൻ്റെ പ്രധാന സജീവനായിട്ടുള്ള മുരനെ ഭാവിയിൽ ഇവൻ വധിക്കും. അന്ന് ഇവനെ ജനം മുരാരി ഗോവിന്ദ ജയ രാധേ ഗോവിന്ദ, മുരാരി എന്ന നാമധേയം വരും. കേശിയെ വധിക്കും, കേശവൻ എന്ന നാമധേയം വരും. അങ്ങനെ അനേകം നാമം നമ്മളിട്ടതിൻ്റെ അപ്പുറമൊക്കെ അവന് വന്നു ചേരും. എങ്കിലും തൽക്കാലം ഞാനൊരു കാര്യം ചെയ്യാൻ, എന്താ ഉണ്ണിക്ക് കൃഷ്ണൻ എന്ന് വിളിക്കണം കേട്ടോ. കൃഷ്ണൻ കൃഷ്ണൻ കൃഷ്ണൻ. അപ്പോൾ 2 ദിവസം മൂപ്പുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ മൂത്ത ആൾ. അദ്ദേഹം വന്നിട്ടൊന്ന് ചാരി നിന്നു. ചാരി നിന്നപ്പോഴേ അദ്ദേഹത്തിന് എല്ലാ കൊടിയണമാതിരി തോന്നി. ഇത്തിരി ബലം കരുത്ത് കൂടുതലുള്ള ആളാണ്. കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല, അവനും പേര് വിളിക്കണമെന്ന് തോന്നുന്നു. ഇവനെ എണീപ്പിച്ചു, അവനെ മടിയിൽ വെച്ചു. ബലനാ, രമിപ്പിക്കാൻ കഴിവുള്ളവനാണ്. ലേശം അഹങ്കാരം ഉണ്ട്, മനസ്സിലായില്ലേ? ഭാവിയിൽ കുറച്ച്
വാരുണിയൊക്കെ ഉണ്ടാവും ഇവന്. സാരില്ല. എന്തായാലും ഇവന് ബലൻ എന്നും രാമൻ എന്നും സംഘർഷണൻ എന്നും വിളിക്കാം. ബല രാമൻ സംഘർഷണമൂർത്തി എന്നൊക്കെ നാമധേയം വന്നു. ആ നാമലീലകളൊക്കെ കഴിഞ്ഞു. 2-3 വയസ്സൊക്കെ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ അത്യാവശ്യം കഷ്ടിങ്ങനെ പിടിച്ചു നടക്കാരായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റേ അസുരൻ വന്നു. അവൻ്റെ പേര് ശകടൻ, ശകടാസുരൻ. പുള്ളിക്കാരനൊരു 3 ഏക്കറുള്ള വണ്ടിറ കോലത്തിലാണ് വരുന്നത്. മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ നല്ലൊരു 3 ഏക്കറുള്ള വണ്ടി ഇങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കുക. ഭഗവാന് മനസ്സിലായി. മെല്ലെ ആ പെരുവിരൽ കൊണ്ട് ഒന്നങ്ങോട്ട് ഊന്നിയപ്പോൾ ആകാശത്തേക്ക് അങ്ങോട്ട് ഉയർന്നിട്ട് പുട്ടുപിട്ട് തന്നെ അങ്ങോട്ട് കഷ്ണമായിട്ട് മാറി എന്ന് പറയണം. അങ്ങനെ ശകരാസുര വധവും കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ഭഗവാന് കുറേയധികം ഫ്രണ്ട്സ് ഉണ്ടായി. ഒക്കെ ഇദ്ദേഹത്തിന് 2-3-4 വയസ്സൊക്കെ പ്രായം പണ്ട് കാര്യമില്ല. 40-കാരും 80-കാരൊക്കെ മൂപ്പരെ ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ് എന്നൊക്കെ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? അങ്ങനെ കുരങ്ങൻ കുട്ടികൾ, പൂച്ചക്കുട്ടികൾ, പട്ടിക്കുട്ടികൾ ഒക്കെ ഭഗവാന്റെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റിൽ വരും. അത്യാവശ്യം അപ്പം വലിയ ഇഷ്ടമാണ്. വെണ്ണാന്ന് പിന്നെ പറഞ്ഞാൽ എന്തൊക്കെ സൂത്രവും വളമറിയോ? വെണ്ണ വായിൽ വെച്ചിട്ട് അമ്മേ ഇത് ഇറങ്ങണില്ല കേട്ടോ, ഇറങ്ങാൻ ഇത്തിരി പാല് തരുമോ? വെണ്ണ ഇറങ്ങാൻ വല്ല ആവശ്യം. നോക്കൂ, ഇങ്ങനെയുള്ള കുസൃതികളൊക്കെ എന്ന് പറയാം. അത്യാവശ്യം കൂട്ടുകാർക്ക് കഴിക്കൽ കുറവാണ്, കൊടുക്കലാണ് ഇഷ്ടം. മനസ്സിലായില്ലേ? അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഓരോ വീടുകളിലൊക്കെ പോവും. പോയിട്ട് ചോദിക്കൊന്നുമില്ല, അവിടെ ഉണ്ടാക്കി വെച്ചതൊക്കെ കിട്ടിയെടുക്കും. എന്നിട്ടൊക്കെ പങ്കും. ഒരു ദിവസം എന്ത് ചോദിച്ചാൽ ഈ വിദ്വാൻ അപ്പോഴേക്കും പരാതി കുറച്ച് വരാൻ തുടങ്ങി വീട്ടിൽ. പരാതികളുടെ എണ്ണം കൂടിയപ്പോൾ അമ്മ എന്ത് ചെയ്തു അറിയോ? ഒരു കമ്പി ഇങ്ങനെ തൂക്കി ഉമ്മർത്ത്. എന്തിനാ? ഓരോ ആളുകളുടെ പരാതി പേരും അഡ്രസ്സും ആക്കിയിട്ട് ആ പരാതി തൂക്കാനുള്ള ഒരു സ്ഥിരം സംവിധാനം അങ്ങനെ വെച്ചു. ഒരു ദിവസം ഒരാൾ വന്നു. യശോ, അമ്മണിയെടുത്തി നിൻ്റെ ആ കറുത്ത സാധനം ഉണ്ടോ അവിടെ? അങ്ങനെ ചോദിക്കണം. എന്താ അത്? ഇവൻ ഇന്നലെ ചെയ്ത പണി കേൾക്കണോ? അച്ഛന് കാച്ചി വെച്ചിട്ടുള്ള പാലും കള്ളം മുഴുവൻ എടുത്ത് കുടിച്ചിട്ട്, അല്ല പാലിവിടെ തരാം, അല്ല പാലിൻ്റെ പ്രശ്നമല്ല, വേറൊരു പണി ഇവൻ ചെയ്തു. അപ്പുണ്ടാക്കി വെച്ചിരുന്നു, അത് മുഴുവൻ എടുത്ത് അടിച്ചു വിട്. അവൻ കഴിച്ചോട്ടി കണ്ണിക്കണ്ടവർക്കൊക്കെ വാരി കൊടുത്തിട്ട് ആ ചാണകം ഉരുട്ടിയിട്ട് അപ്പന്മാരി ആക്കിയിട്ട് അതടിച്ചു വെച്ചിരിക്കുക. അച്ഛൻ വന്ന് കടിച്ചപ്പോൾ കടിക്കണത് എന്താ? ചാണക. ഇല്ലാത്ത ഭാഷ മുഴുവൻ കേട്ടുകൂട്ടി ഞാൻ. ഇങ്ങനെ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞു. സാരില്ല, ഞാൻ അവനെ തിരുത്താം, ഇനി അങ്ങോട്ട് പറഞ്ഞയക്കില്ല. വേണ്ട, വന്നോട്ടെ, കുട്ടികളാകുമ്പോഴത്തേരു കുസൃതിയൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം എന്താ? എന്ത് ഇടാവടം ചെയ്താലും കണ്ണനെ കാണണം, കണ്ണനെ കാണണം, കണ്ണനൻ കണ്ണിന് കർപ്പൂരമാവണം. കണ്ണനെ കാണണം, എന്ത് ഇടാവടം ചെയ്താലും കണ്ണനെ കാണണം. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം യശോദയമ്മ ചെയ്ത പണി എന്താ അറിയോ? മടിയിലിരുത്തും പാല് കൊടുക്കുകയൊക്കെ ചെയ്യും. കയ്യും കാലും വലുതായി കൊണ്ട് കാര്യമില്ല. ഇതിൻ്റെ ഇടയിൽ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി പാല് നോക്കാൻ വേണ്ടിയിട്ട്. ഭഗവാന് ദേഷ്യം വന്നു. അതെന്താ? എത്രയോ കാലത്തെ തപം ചെയ്തിട്ടാണ് തന്നെ കിട്ടിയിരിക്കുന്നത് അല്ലേ? തന്നെ കിട്ടിയിട്ട് മടിയിൽ വയ്ക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ട് യമ്മ എന്താ ചെയ്യണത്? 1/2 ലിറ്റർ പാലാ വലുതെന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി. വേഗം കടകോലെടുത്തിട്ട് പാൽ കുടവും തൈര് കുടവും ഒക്കെ അടിച്ചങ്ങോട്ട് ഉടച്ചു. അങ്ങനെയാണ് കണ്ടത് കൊണ്ടങ്ങോട്ട് പെരുമാറും. പട്ടാന്നങ്ങോട്ട് ശബ്ദം കേട്ടു. എന്താവൻ ചെയ്യണേ എന്ന് അടുക്കളയിൽ നോക്കിയപ്പോൾ ഈ കുടങ്ങളൊക്കെ തല്ലി ഉടക്കുകയാണ്. നിന്നെ ഞാണ്ടല്ലോ ഒത്തിരി അധികമാവുണ്ട്, നീ കള്ളാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരലും പിളുക്കരങ്ങോട്ട് വീണു. ഭഗവാനെ, ഈ 98 കിലോ ഉള്ള യശോദയമ്മ ഇരുത്തിക്കെ കുത്തി വീണാലത്തെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. എണീക്കാൻ ശ്രമിക്കും തോറും മറിഞ്ഞ് വീണ്ടും വീണുകൊണ്ടിരിക്കുക. അതിനുശേഷം പുള്ളിക്കാരൻ മെല്ലെ നേരെ അടുക്കളയിൽ കൂടെ ഓടിയിട്ട് വെടുക്കുപുറത്ത് താഴ്വരയിൽ ചകിരിയും കൊപ്പരയും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും അല്ലേ ഉപയോഗിക്കുള്ളൂ. ഉരൽ കവുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ടോ ഉരലിൻ്റെ മേലെ കുരങ്ങൻകുട്ടികളിരിക്കണ മാതിരി അങ്ങനെ ഇരുന്ന് പോയിട്ട് അമ്മ ഇതിങ്ങനെ തടവണ കൊണ്ട് വിളിക്കുന്നുണ്ട്. കണ്ണാ, ഒന്നും ചെയ്യാനല്ല കുട്ടിയെ, ഇന്നലത്തെ ബാക്കി വെണ്ണയുണ്ട് കുട്ടിയെ, ഒന്ന് വാ കുട്ടിയെ, എവിടെ നീ നിൽക്കണ എന്ന് പറഞ്ഞ് തിരഞ്ഞ് വരുമ്പോൾ അമ്മയുടെ ഈ പരവശം കണ്ടപ്പോൾ കുട്ടിക്ക് ചിരി അടക്കാൻ പറ്റി.
എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ ആ മുത്തുമണി പോലെ തിളങ്ങുന്ന പല്ലുകൾ അങ്ങോട്ട് കണ്ടു. കള്ളാ, നീ ഇവിടെ വന്നിരിക്കുകയാണ് അല്ലേ എന്നും പറഞ്ഞിട്ട് എൻ്റെ പണിക്ക് നിന്നെ ഒരു ഭാഗത്ത് ഒതുക്കി നിർത്തിയാലേ പറ്റുമെന്നും പറഞ്ഞ് ആ ഒരലിൽ കണ്ണനെ ബന്ധിച്ചു. കുറച്ച് പ്രയാസപ്പെട്ടു. ലേശം കയറ് നീളം കുറയുക, വീണ്ടും ഏച്ചു കൂട്ടുക, വീണ്ടും ഏച്ചു കൂട്ടുക, അങ്ങനെ അങ്ങനെ അവസാനം നിലവിളി കൂട്ടിയപ്പോൾ ഭഗവാനെ ഒന്ന് അയഞ്ഞു കൊടുത്തു. അങ്ങനെ ആ കയറ് കൊണ്ട്, ദാമം എന്നാണ് പറയുക, കയറിൻ്റെ പേര് ദാമം. ഉദരം എന്ന് പറഞ്ഞാലോ വയറ്. കയറ് കൊണ്ട് വയറിൽ കൊടുക്കിട്ടപ്പോൾ എന്തായി? ദാമത്താൽ ഉദരം ബന്ധിച്ചതുകൊണ്ട് ദാമോദരൻ. അല്ല, ദാമോദരനായിട്ടുള്ള ആ ഭഗവാൻ അങ്ങനെ തന്നു. അമ്മ അങ്ങോട്ട് പോയി എന്ന് കണ്ടപ്പോൾ ആ ടവർ ബോൾട്ടിനെ ഒരു വടി എടുത്തിട്ട് അല്ലേ തട്ടി താഴെയിട്ട് ഓടി പാടത്തേക്ക്. അപ്പോൾ ഈ പാടത്തിൻ്റെ സൈഡിൽ ജലസേചനത്തിന് വേണ്ടിയിട്ട്, കൃഷിക്ക് വേണ്ടിയിട്ടുള്ളൊരു ചാലിങ്ങനെ ഒഴിഞ്ഞു വിട്ടണം, അത് വെള്ളം വരാനുള്ളത്. ഈ ചാലിൻ്റെ അപ്പുറത്തായിട്ട് 2 നീർമരുത് വൃക്ഷങ്ങൾ ഇങ്ങനെ, അടി ഒന്നാണ്, മുകളിലേക്ക് 2ആയിട്ട് പിരിഞ്ഞു, വി എന്നുള്ള ഷേപ്പിൽ. അവിടെ എവിടെയുണ്ടോ അവിടെ പുള്ളി എത്തി. എന്നിട്ട് എന്താ ചെയ്യുന്നറിയോ? അപ്പുറത്തും ഇപ്പുറത്തും വഴിയില്ലാണ്ടല്ല, ഈ മരത്തിൻ്റെ ഇടുക്ക് കൂടെ പോകേണ്ട വല്ല കാര്യം. ഈ മരത്തിൻ്റെ ഇടുക്ക് കൂടെ പോയിട്ട് അപ്പം എന്താ അറിയോ, ഒരലിങ്ങനെ വിലങ്ങായി. അങ്ങനെയാണല്ലോ അല്ലേ? ഇങ്ങോട്ട് കടന്ന് ഒരലിങ്ങനെ വിലങ്ങായി. എന്നിട്ട് ഒന്നങ്ങനെ ഇങ്ങോട്ട് ആഞ്ഞപ്പോൾ പട്ടേന്നങ്ങോട്ട് വീണു. വൃക്ഷങ്ങൾ പുഴങ്ങി അങ്ങോട്ട് വീണി. വീണപ്പോഴത്തെ സ്ഥിതി എന്താ അറിയോ? 2 സുന്ദര ഗന്ധർവന്മാർ ആ വൃക്ഷത്തിൽ നിന്ന് അങ്ങോട്ട് ആവിർഭൂതരായിട്ട് നമോസ്വനന്ദായ സഹസ്രമൂർത്തയേ സഹസ്രപാദാക്ഷി ശിരോരുബാഹവേ സഹസ്രനാംനീ പുരുഷായ ശാശ്വതേ സഹസ്രകോടിയുഗധാരിണേ നമഃ. 2 ദേവന്മാർ, ഗന്ധർവന്മാർ ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ ഗോപന്മാരൊക്കെ ചുറ്റും കൂടി. എന്താ പണ്ടായത്? ഒരു വലിയൊരു ഒച്ച കേട്ടുമല്ലോ. മരം വീണ് കിടക്കണോ? അല്ല, ഇതിപ്പോൾ നിങ്ങളാ എവിടുന്ന, ആരാ? ഞങ്ങൾ വൈശ്രവണൻ്റെ മക്കളാ. വൈശ്രവണനോ? കുബേരൻ. കുബേരൻ്റെ മക്കൾ, നളകൂപരമണിഗ്രീവന്മാർ. അപ്പോൾ എവിടുന്നേ വന്ന്? ഇവിടുന്ന് പറയുമ്പോൾ ഞങ്ങളായിരുന്നു ഈ വൃക്ഷങ്ങളായിട്ട് നിന്നിരുന്നത്. അതെങ്ങനെയാണ് നിങ്ങൾ വൃക്ഷങ്ങളായി തീരുക? പണ്ട് പൂർവ്വജന്മത്തിൽ ഞങ്ങൾ സ്വർഗത്തിലെ ഭോഗങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാപകൽ ഭേദമില്ലാതെ കണ്ട് സല്ലാപലീലകളിൽ അങ്ങനെയാണ്. അപ്പോൾ ഈ കൊല്ലം ഭാഗത്തേക്കൊക്കെ നമ്മൾ സപ്താഹത്തിന് പോകുമ്പോഴേ MC റോഡ് കൂടെ പോയി കഴിഞ്ഞാൽ പഴയ മാതിരിയല്ല, കുട്ടികൾക്കൊക്കെ ആസ്മി സൂക്കേടുകളാണ്. എത്ര കുട്ടികളാണ് അറിയോ റോഡിൻ്റെ സൈഡിൽ മരത്തിൻ്റെ മറവിലൊക്കെ നിന്നിട്ട് ഓക്സിജൻ കൊടുക്കുന്നത് കാണാം. ശ്വാസം മുട്ടിയിട്ടേ പാവം. പക്ഷെ ഒരേ ജാതിയല്ല, ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങോട്ട് ഓക്സിജൻ നൽകുന്ന ഒരു സമ്പ്രദായമാണ്. അങ്ങനെയൊക്കെയാണ് കഥകൾ ഭഗവാനെ. അപ്പോൾ ഓരോ യാമങ്ങൾക്ക് ഓരോ പ്രാധാന്യമുണ്ട്. യാമം പോലും മറന്ന് പകൽ രാത്രി എന്ന ഭേദമില്ലാതെ ഇങ്ങനെ ഇവർ കന്യകമാരെ വിളിച്ച് ഓക്സിജൻ ഇത് കണ്ടുകൊണ്ടുവന്നു നാരദമുനി. അദ്ദേഹം പറഞ്ഞു, ശ്രേഷ്ഠമായ ആചരണങ്ങൾ അനുഷ്ഠിക്കേണ്ട ആളുകൾ, മഹാന്മാർ ദുരാചാരം ചെയ്തു കഴിഞ്ഞാൽ സമാജം മുഴുവൻ അതിനെ അനുസരിക്കും. അതുകൊണ്ട് ഉയർന്ന കസേരയിലിരിക്കുന്ന ആളുകൾ മാതൃകാപരമായിട്ട് വേണം ജീവിക്കാൻ. അത് മാത്രമല്ല, കുലഭ്രംശം ഉണ്ടാവണ കർമ്മം ചെയ്യാൻ പാടുണ്ടോ? വൈശ്രവണൻ്റെ മക്കളല്ലേ നിങ്ങൾ? നാണക്കടല്ലേ കുട്ടികൾ? ഇതിനൊക്കെ ഒരു ഒരല് വിഴുകയാണെങ്കിലും വിരല് മറ വേണമെന്ന് പറഞ്ഞ മാതിരി വേണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉപദേശം ഇഷ്ടമായില്ല കേട്ടോ. അങ്ങനെയാണ്, ഉപദേശം എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളുന്നില്ല. ഇപ്പം എന്ത് ചെയ്തറിയോ? ബോധപൂർവം ഒരു കന്യകയെ വിളിച്ച് അവളുടെ തോളിലങ്ങോട്ട് കൈയിട്ടു. സ്വാമിക്ക് ഇതിൻ്റെ രസറിയാത്തതുകൊണ്ടാ എന്നും പറഞ്ഞ് അത് വല്ലാത്തൊരു വികാരം നിയന്ത്രിക്കാൻ സാധിക്കാതെ മൃഗാചാരം ചെയ്ത മൂഢന്മാരെ നിങ്ങൾ നിർവികാര ജീവന്മാരായിട്ട് വൃക്ഷങ്ങളായി തീരട്ടെ ശപിച്ചു അങ്ങോട്ട്. ഈ ശാപം കിട്ടിയ പാട് നളഗോപുരമണിഗ്രഹന്മാരുടെ കൈകാലുകളൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാൻ തുടങ്ങി. രൂപം മാറും എന്ന് കണ്ടപ്പോൾ ഭയായി. താണു തൊഴുതുകൊണ്ട് പറഞ്ഞു, അബദ്ധം പറ്റി, ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ എത്ര കാലം ഈ വൃക്ഷങ്ങളായി കഴിയേണ്ടിയിരുന്നു? മഹാമുനി അനുഗ്രഹിക്കില്ലേ എന്ന് ക്ഷമാപണം ചെയ്തുകൊണ്ട് ചോദിച്ചപ്പോൾ പാവം അദ്ദേഹത്തിന് മനസ്സിന് വിഷമായി. ഭൂഭാരം തീർക്കാനായിക്കൊണ്ട്, അനേകം ആളുകൾക്ക് മുക്തി കൊടുക്കാനായിക്കൊണ്ട് ശ്രീമൻ നാരായണമൂർത്തി
കണ്ണനായിട്ട് കൃഷ്ണനായിട്ട് അവതരിക്കും ദ്വാപരയുടെ അന്ത്യത്തിൽ. അന്ന് ഭഗവാന്റെ ബാലലീലയുടെ ഭാഗമായിക്കൊണ്ട് ഭഗവാൻ ഓടിക്കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാദസ്പർശമുണ്ടാവുന്ന ആ മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് മുക്തിയാണ്. പിന്നെ വൃക്ഷങ്ങളായി നിന്ന ഇവർ രണ്ടുപേരും എന്താ ചെയ്യുക? മുട്ടുകളൊക്കെയും കാണുമ്പോൾ തീരുന്ന മുട്ടുകൾ രണ്ടും ഞാനെന്നു കാണും. ശ്രീവാസുദേവ ശ്രീവത്സവക്ഷസിൽ വനമാല ചാർത്തി ഞാനെന്നു കാണും. എന്നോമവിടുത്തെ പാദാതികേശങ്ങൾ എന്നുള്ളിൽ എപ്പോഴും തോന്നിടണം. എന്നാണു ഞാനിനി കാണുന്നതെന്നാണ് നന്ദകുമാരൻ്റെ ദിവ്യരൂപം. എന്നാണെനിക്കതിനുള്ള അനുഗ്രഹം എന്നാണവിടുന്നു തന്നിടുന്നു കൃഷ്ണ. എന്നാണവിടുന്നു തന്നിടുന്നു. രാവും പകലും കഴിയുമ്പോൾ ഈ ഒരൊറ്റ ചിന്തയോടു കൂടിയിട്ട് കഴിയായിരുന്നു. ഇന്നിപ്പോൾ അതിനുള്ളൊരു മുഹൂർത്തമായി, സന്തോഷമായി. അവർ നേരെ സ്വർഗ്ഗലോകത്തേക്ക് പോവുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ വീണ്ടും ചില പരാതികൾ കണ്ണനെ പറ്റിയിട്ടുള്ളത് യശോദയമ്മയുടെ അടുത്തേക്ക് എത്തി. ഇക്കുറി എന്താ പരാതി അറിയോ? യശോദക്കുട്ടി, ആ എടുത്തി എവിടെ എവിടെ നിൻ്റെ കള്ളക്കണ്ണൻ എവിടെ? അതുകൊണ്ട് പിന്നിലേക്ക് പോയി. അവൻ എന്താ ചെയ്യണമെന്ന് വല്ലതും നീ നോക്കണുണ്ടോ? ഇല്ല. ചെത്തി തേക്കാത്ത ചുമരാണേ. എന്താ പറയുകയോ, വെട്ടുകല്ലുണ്ടല്ലോ, അതിങ്ങനെ തോണ്ടിയിട്ട് തിന്നുക, മണ്ണ് തിന്നുക. അങ്ങനെ കല്ലും മണ്ണും തിന്നണ ആളുകളെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ട്. ചില ആളുകൾക്കൊക്കെ അതൊരു വിനോദമാണല്ലേ. അങ്ങനെ ഇവിടെ എന്തിൻ്റെ കുറവാണ്? ഈ കുട്ടിക്ക് വേണ്ടാത്ത ശീലത്തിൻ്റെ വല്ല ആവശ്യമുണ്ടോ? കണ്ണാ ഇവിടെ വാ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, ഇവിടെ വാ. അങ്ങനെ വായങ്ങനെ കേട്ടുപോയി. എന്താ വായിൽ? തുറക്കൂ നോക്കട്ടെ. തുറക്കാനാ പറഞ്ഞത്. അങ്ങോട്ട് വായ പൊളിച്ചപ്പോഴോ പ്രപഞ്ചം മുഴുവൻ കണ്ടു എന്ന് പറയണേ. അത് മാത്രമല്ല, നന്ദഗോപര്, ഗോക്കള്, ഗോപന്മാര്, താനും, സൂര്യേന്ദ്രന്മാര്, സുധർമാലോകം, കൈലാസം, വൈകുണ്ഠ അന്തമിട്ടു, തല കറങ്ങാൻ തുടങ്ങി എന്ന് പറയണേ. ചെറിയൊരു ദർശനം കൊടുത്തതിന് ശേഷം ഭഗവാൻ വീണ്ടും ടപ്പ് നിങ്ങളുടെ വായ അടച്ചപ്പോൾ ആ മായ കാഴ്ചകളൊക്കെ അങ്ങനെ പോയി. ഇതിൻ്റെ ഇടയിൽ പുതിയ ഒരു പരാതി. അത്യാവശ്യം പശുക്കളെ മേയ്ക്കാനും മറ്റുമൊക്കെ ദൂരെ സ്ഥലങ്ങളിൽ പോകാനായി. അതിലൊരു ബകാസുരൻ എന്ന് പറഞ്ഞ വിത്ത് കൊക്കിൻ്റെ രൂപത്തിലാണ്. അവൻ വന്നിട്ട് കണ്ട പൈക്കളെയൊക്കെ കൊത്തി വിഴുങ്ങുകയാണ്. ഈ പരാതി ഭഗവാന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഭഗവാൻ അതിനെ കൊക്ക് പിളർത്തിയിട്ട് ബകാസുരവധം കഴിച്ചു. പിന്നെ പുതിയൊരു അസുരൻ വന്നു, വത്സൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയായപ്പോൾ ഉപനന്ദൻ എന്ന ഗോപം പറഞ്ഞു, നന്ദ, അടിക്കടി ഓരോ ആപത്തുകൾ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒന്ന് ചേഞ്ച് ചെയ്താലോ, ഇവിടുന്ന് സ്ഥലം ഒന്ന് മാറിയാലോ? എന്താ വേട്ടാ നിങ്ങൾ ഈ പറഞ്ഞത്? അച്ഛനെ അപ്പൂപ്പന്മാരായിട്ട് നമ്മൾ കഴിഞ്ഞുകൂടുന്ന സ്ഥലം വിട്ടിട്ട് എങ്ങനെ പോവുക? അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. താൻ നെൽകൃഷി ചെയ്യണ ആളല്ലേ? നെല്ല് നീ എങ്ങനെ കൃഷി ചെയ്യണം? ഞാറ് പാവിയിട്ട് പറിച്ച് നേടും, ശരിയല്ലേ? അപ്പോൾ ഒരു ചാണ് ഉയരം വന്ന പറിച്ച് തടണ്ടില്ലേ? പറിച്ച് നടുമ്പോൾ അവിടെയല്ലേ അതിന് വളർച്ച പൂർണ്ണത കിട്ടുന്നത്. ഒന്ന് സ്ഥലം മാറിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പഴയ ഭൂമികൾ പറ്റിക്കോളും. അവൻ്റെ വളർച്ച ചിലപ്പോൾ വേറൊരു നാട്ടിലാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും 8 കാലം 9 കാലം തിരിയുന്ന ആളാണെങ്കിലും വേറൊരു നാട്ടിൽ പോയി കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് അങ്ങോട്ട് വലിയ വളർച്ച ഉണ്ടാവും. അങ്ങനെയുണ്ടേ. അപ്പോൾ വഴിയും വെള്ളവും ഇതാണ് പ്രധാനം. നമുക്കൊരു കാര്യം ചെയ്യാം, അതിന് പറ്റിയൊരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം പറഞ്ഞപ്പോൾ യുക്തിയുണ്ട്. ശരി, അങ്ങനെ വൃന്ദാവനം എന്ന സ്ഥലത്തേക്ക് താമസം മാറി. അതെ.